താങ്കൾ തിരുവനന്തപുരം നഗരത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണല്ലോ, എന്നിട്ടും ഈ ഹണി റോസ് ധരിക്കുന്ന വസ്ത്രമാണ് താങ്കൾക്ക് അമാന്യമായി തോന്നിയിട്ടുള്ളത്. ഹണി റോസ് ധരിക്കുന്ന വസ്ത്രം എന്ന് മെൻഷൻ ചെയ്ത് പറയേണ്ട കാര്യമില്ല. ഹണി റോസിനെ പോലെ വസ്ത്രം ധരിക്കുന്നവർ കേരളീയ സംസ്കാരത്തിന്റെ ഒരു വക്താക്കളാണ്, അല്ലെങ്കിൽ കേരളീയ സംസ്കാരം അനുസരിച്ച് വസ്ത്രം ധരിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ നിശ്ചിതമായി വിമർശിക്കും. ഒന്ന് ഇരിക്കും സാറേ, ഞാൻ ഒന്ന് പറയട്ടെ സാറേ. സാറേ അരമണിക്കൂർ സംസാരിക്കല്ലേ സാറേ, ഒന്ന് ഇരിക്കും സാറേ, ഒന്ന് പറയട്ടെ സാറേ. നിങ്ങൾ കേരളീയ സംസ്കാരം എന്ന് പറഞ്ഞല്ലോ, കേരളീയ സംസ്കാരത്തിന്റെ വക്താക്കളായി മാറുന്ന നിങ്ങൾക്കൊക്കെ, അതായത് സുപ്രീം കോടതിയുടെ വിധി ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിപ്പിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും ആ സ്ത്രീകളെ ശബരിമലയുടെ നടയിലേക്ക് എത്തിക്കാൻ കഴിയാത്ത രീതിയിൽ സമരം ചെയ്ത, അതിനെ എതിർത്ത ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ വന്നിരുന്ന് സ്ത്രീകൾക്ക് വേണ്ടി പറയുന്നത്. ഇനി ഒരു കാര്യം, ഇവിടുത്തെ ഫെമിനിസ്റ്റ് ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഫെമിനിസ്റ്റുകളായിട്ട് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരൊക്കെ പലപ്പോഴും സ്വന്തം മുഖം വലിച്ചു കീറുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മത്തിത്തലയ്ക്ക് വേണ്ടി സ്വന്തം അമ്മയെ ചിരവ കൊണ്ടടിച്ചതിനു ശേഷം 2 വർഷങ്ങൾക്ക് ശേഷം അവൾ ഫെമിനിസ്റ്റായി മാറി. അവർ തന്നെ ചാനൽ ചർച്ചയിൽ പറഞ്ഞതാണ്. അതുപോലെ ഒരു അമ്പലത്തിലെ പൂജ നടക്കുമ്പോൾ ആദ്യത്തെ, അതായത് 12ാമത്തെ വയസ്സിൽ പീരീഡ്സ് ആയപ്പോൾ സ്വന്തം ബാക്കിലിരുന്ന ഒരു ചേച്ചിയോട് ആ കാര്യം പറഞ്ഞു. അന്ന് മുതൽ അവർ യുക്തിവാദിയും അന്ന് മുതൽ അവർ ഫെമിനിസ്റ്റുമായി എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് ഈ ഫെമിനിസ്റ്റ് ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ പോലും സത്യസന്ധമായ ഫെമിനിസത്തിലേക്ക് വരുന്നില്ല. ഈ ഫെമിനിസം എന്ന് പറയുന്ന ഒരു ഭാഗം കാണാതെ അവർക്ക് വേണ്ടി യഥാർത്ഥ ഫെമിനിസ്റ്റ് ആശയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ശ്യാമപ്രസാദ് സാറിനെ പോലെയുള്ളവർ വരുന്നത്. കാരണം ഫെമിനിസ്റ്റുകൾ പോലും അവരുടെ ആശയങ്ങൾക്ക് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് നിലപാടുകളില്ലാതെ നിലവെള്ളത്തിൽ ചവിട്ടിക്ക് നിന്നുകൊണ്ട് ഒരു നിഴലായി മാറുമ്പോൾ ഫെമിനിസ്റ്റ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഹണി റോസ് ഫെമിനിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ നടക്കുന്നത് ഹണി റോസിന്റെ PR വർക്കാണ്. ഹണി റോസിന്റെ ശരീരം വിൽക്കാനുള്ള, ശരീരം മാർക്കറ്റ് ചെയ്യാനുള്ള PR വർക്കാണ്. ഹണി റോസിന്റെ അടുത്ത വരുന്ന നടത്തുന്ന ഒരു സ്ത്രീയെ പറ്റിയാണ് താങ്കളുടെ അധിക്ഷേപ വാക്കുകൾ ഇവിടെ പറയുന്നത്. ഈ ബോബി ചെമ്മണ്ണൂർ എന്ന പറഞ്ഞ വ്യക്തി, വിഷയം അവിടെ നിൽക്കട്ടെ. ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി ഈ ഹണി റോസിനെ അപമാനിച്ച കാര്യമൊന്നും മാതൃകാപരമായുള്ള, ഞാൻ അപമാനിച്ചു എന്ന് പറയുന്നെങ്കിൽ അപമാനിച്ചു എന്ന് പറയൂ, കുഴപ്പമില്ല. മാതൃകാപരമായ വസ്ത്രം മഞ്ജുഷിന്റെ ഭാര്യയും മക്കളും ഒരുപക്ഷെ ഹണി റോസിന്റെ വസ്ത്രത്തെ അംഗീകരിക്കാം. പക്ഷെ അതുപോലെ എല്ലാവരും അംഗീകരിക്കില്ല. വിമർശനം ഉണ്ടാകും. പക്ഷെ അത് അധിക്ഷേപമാകരുത്. അമാന്യമായി ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ആ ബോച്ചെ എന്ന വഷളൻ അയാൾ അവിടെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾക്ക് പോലും ഇതൊക്കെ ആ ഒരു പൊതുസമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട, ആ ചടങ്ങ് അലങ്കോലമാക്കേണ്ട എന്ന് കരുതി അവർ വെറുതെ നിന്നു, മിണ്ടാതെ നിന്നു. 25 പ്രാവശ്യം അയാൾ ചെയ്തു എന്നാ പറയുന്നത്. മുന്നറിയിപ്പ് നൽകി. അക്കാര്യം കൂടി ഉണ്ടല്ലോ. അവരുടെ അമ്മ തന്നെ വിളിച്ച് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ കോർഡിനേറ്ററോട് പറഞ്ഞു ഇത് ശരിയല്ല, മനോവേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്ന്. അപ്പോൾ എന്താണ്? പിന്തുടർന്ന് ശല്യപ്പെടുത്തി. നിസ്സാര കാര്യമാണോ അത്? നിങ്ങളൊക്കെ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഒരു ഫെമിനിസം വിഷയമാക്കി മാറ്റുകയാണ്. അതിനെ നിസ്സാര ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ ദ്വയാർത്ഥം എന്ന് പറയുന്ന ഒരു കാര്യത്തെ ആരും ശരിയാണെന്ന് പറയുന്നില്ല. ഇവിടെ ലക്ഷക്കണക്കിന് ഞാനും കണ്ടിട്ടുണ്ടാകും, ഈ ശ്യാമപ്രസാദ് സാറും കണ്ടിട്ടുണ്ടാകും, വീണയും അഡ്വക്കേറ്റ് വീണയും കണ്ടിട്ടുണ്ടാകും. ഒരു പൊതുവേദിയിൽ ഞാനും മഞ്ജുഷും ഒക്കെ ആരാധിക്കുന്ന കേരളത്തിന്റെ മഹാനായ നടൻ മോഹൻലാൽ ഇരുന്നു കൊണ്ട് ഒരു കൈപ്രക്രിയ നടത്തിയത് ഒരു ഫെമിനിസ്റ്റുകളെയും കണ്ടില്ല. എന്ത് കൈപ്രക്രിയയാണ് നടത്തിയത്? ഒരു ഫെമിനിസ്റ്റുകളെയും കണ്ടില്ല, ഒരു ചർച്ചയും കണ്ടില്ല. മമ്മൂട്ടിയും സിദ്ദീഖും ഇരിക്കുന്ന വേദിയിൽ മമ്മൂട്ടി നോക്കി ചിരിക്കുന്നുണ്ട്, മമ്മൂട്ടി അദ്ദേഹത്തിന്റെ കൈ തട്ടി മാറ്റുന്നുണ്ട്. ഒരു ഫെമിനിസ്റ്റുകളെയും കണ്ടില്ല. ഒരു ആശയ ദാരിദ്ര്യങ്ങൾ ഉള്ളപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം കിട്ടുമ്പോൾ ആ വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, ഞാൻ പറഞ്ഞ വിഷയം മഞ്ജുഷിനെ മനസ്സിലായി കാണും, മോഹൻലാൽ കാണിച്ച കൈപ്രക്രിയ എന്ത് പ്രക്രിയയാണെന്ന് മനസ്സിലായി കാണും, അത് വീണയ്ക്ക് മനസ്സിലായി കാണും, ശ്യാമപ്രസാദ് സാറിന് മനസ്സിലായി കാണും. അന്നൊന്നും ഒരു ഫെമിനിസ്റ്റുകളും വന്നില്ല. അതിന് തെറ്റാണെന്ന് ആരും പറഞ്ഞില്ല. അതും തെറ്റു തന്നെയാണ്. ദ്വയാർത്ഥം പ്രയോഗിച്ചാലും ദ്വയാർത്ഥം കാണിച്ചാലും തെറ്റാണ്, തെറ്റെന്ന് തന്നെ പറയണം. പക്ഷേ മാറ്റി നിർത്തി സംസാരിക്കുന്നത്